കാസർഗോഡ് മൊഗ്രാലിൽ യുവാവിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്ക് 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 2017 ഏപ്രിൽ 30-നാണ് പൊട്ടോരി മൂലയിലെ അബ്ദുൾ സലാമിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. 2017 ഏപ്രിൽ 30-ന് കാസർഗോഡ് മൊഗ്രാലിൽ വെച്ച് അതിക്രൂരമായി നടന്ന കൊലപാതകത്തിനാണ് 7 വർഷത്തിനു ശേഷം കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ആകെ 8 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. നേരിട്ട് പങ്കെടുത്ത പ്രതികളെ സഹായിച്ചു എന്ന കുറ്റം ആരോപിച്ച മറ്റ് 2 പ്രതികളെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. കുമ്പള ബദ്രിയ നഗറിലെ സിദ്ദിഖ്, ഉമർ ഫാറൂഖ്, പെർവാഡിലെ സഹീർ, പേരാൽ സ്വദേശി നിയാസ്, ആരിക്കാടി ബംബ്രാണയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കരക്കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു നടന്നത്. സലാമിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം പ്രതികൾ തല ഉപയോഗിച്ച് ഫുട്ബോൾ കളിച്ചുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. സലാമിനൊപ്പമുണ്ടായിരുന്ന നൌഷാദിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയ തെളിവുകൾക്ക് പുറമെ ആയുധങ്ങളും ചോര പുരണ്ട വസ്ത്രങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. നേരത്തെ വെറുതെ വിട്ട പ്രതികൾക്കും ശിക്ഷ ലഭിക്കുന്നതിനായി അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ജഡ്ജ്മെന്റ് പരിശോധിച്ചതിന് ശേഷം അതിൽ നമുക്ക് അപ്പീൽ പോകുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചത് നോക്കുമായിരിക്കും. രണ്ടുപേരുടെയാണ് 7ഉം 8ഉം പ്രതികളെയാണ് വെറുതെ വിട്ടിട്ടില്ല. ബാക്കി ജീവപര്യന്തം കഠിന തടവാണ്. 8 വർഷം കഠിന തടവാണ്. 326 3 വർഷവും 307 5 വർഷവും. പിഴ അടച്ചില്ലെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് സെൻറ്റൻസും കൂടിയുണ്ട്. നമ്മുടെ പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി. വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായിസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റു കൂടുതൽ മണൽ വാരുന്നതുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടന്നത്. പോലീസിന് വിവരം നൽകി സിദ്ദിഖിന്റെ മണൽ ലോറി സലാം പീഡിപ്പിച്ചതും വീട് കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതുമാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തൽ. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സിദ്ദിഖ് നേരത്തെ ഒരു കൊലപാതക കേസിലും ഉമർ ഫാറൂഖ് 2 കൊലപാതക കേസിലും പ്രതികളാണ്. കൊല്ലപ്പെട്ട സലാമും കൊലപാതക കേസ് പ്രതിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.